അഴിമതി പുറത്താകാതിരിക്കാൻ വിവരാവകാശ നിയമം സർക്കാർ അട്ടിമറിച്ചു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെയുള്ള അന്വേഷണ വിവരങ്ങൾ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ന്യൂസ് റൂമിൽ നിന്ന്. ജിതിൻ, മറ്റു വിശദാംശങ്ങൾ കൂടി. അരുൺ, മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഉയരുകയും ഈ ആരോപണങ്ങളിൽ അന്വേഷണങ്ങൾ നടക്കുകയും അന്വേഷണങ്ങൾ പൂർത്തിയായിരിക്കുകയും എല്ലാം ഒട്ടേറെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും എല്ലാം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വിജിലൻസ് അന്വേഷണങ്ങൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു നൽകേണ്ടതില്ല എന്ന രീതിയിൽ വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ജനുവരി 18-നാണ് ഇത് സംബന്ധിച്ച ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ആദ്യ ഉത്തരവ് വിജിലൻസിന്റെ ഇന്റേണൽ ഓർഡറായി, ഓഫീസ് ഓർഡറായി ഇറക്കിയത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: മന്ത്രിമാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രി, മുൻ മന്ത്രിമാർ, MLA മാർ, MP മാർ, IAS ഓഫീസർ, ഇത്രയും പേർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണങ്ങളുടെ, അതായത് വിജിലൻസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങളുടെ വിവരങ്ങളെല്ലാം തന്നെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ജനുവരി 18-ന് വിജിലൻസ് ഓഫീസ് ഓർഡറായി ഇറക്കിയത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ആൾ കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻസ് ആൻഡ് വിജിലൻസ് എൻക്വയറീസ് ഓർ ക്വിക്ക് വെരിഫിക്കേഷൻ ഓഫ് സെൻസിറ്റീവ് നേച്ചർ ഇനീഷ്യേറ്റഡ് അഗൈൻസ്റ്റ് ഓൾ ഇന്ത്യ ഓഫീസേഴ്സ്, ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, ഹോണറബിൾ ഫോർമർ ചീഫ് മിനിസ്റ്റേഴ്സ്, ഫോർമർ മിനിസ്റ്റേഴ്സ്, MLAs and MPs are the work of the top secret section in the directorate is redistributed. ഇത്രയും പേർക്കെതിരെയുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനുവരി 18-ന് വിജിലൻസിന്റെ ഓഫീസ് ഓർഡർ ഇറങ്ങിയത്. അതിനുശേഷം ഒരാഴ്ചക്കകം തന്നെ ജനുവരി 27-നാണ് പൊതുഭരണ വകുപ്പ് ഈ ഉത്തരവിനെ പിന്താങ്ങിക്കൊണ്ട് മറ്റൊരു ഉത്തരവ് പുറത്തിറക്കിയത്. അതായത് ടോപ്പ് സീക്രട്ട് വിഭാഗത്തിൽപ്പെട്ട അന്വേഷണങ്ങളുടെ വിവരങ്ങളൊന്നും തന്നെ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ടതില്ല എന്നാണ് ഈ ഉത്തരവിൽ, ജനുവരി 27-ന് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഈ ഉത്തരവിൽ പറയുന്നത്. അതിനുശേഷം വിജിലൻസ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഫെബ്രുവരി 9-ന് 2016 ഫെബ്രുവരി 9-ന് വീണ്ടും ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സർക്കാർ ഉത്തരവ് പ്രകാരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ ടോപ്പ് സീക്രട്ട് സെക്ഷനെ വിവരാവകാശ നിയമം 2005-ന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ആയതിനാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ രഹസ്യ സ്വഭാവമുള്ള ഒരന്വേഷണത്തിന്റെയും റെഫറൻസ് ഉള്ളത് വിവരമോ രേഖാപകർപ്പുകളോ ഇനി മുതൽ നൽകേണ്ടതില്ല എന്നാണ് ഫെബ്രുവരി 9-ന് ഇറക്കിയ ഈ ഉത്തരവിൽ പറയുന്നത്. അതായത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമെതിരെ നടക്കുന്ന അഴിമതി കേസുകളുടെ അന്വേഷണ പുരോഗതിയോ അല്ലെങ്കിൽ അന്വേഷണം സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളോ വിവരാവകാശ നിയമപ്രകാരം പുറത്തു നൽകേണ്ടതില്ല എന്നാണ് ഈ ഉത്തരവുകളെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അഴിമതി സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഒരു തരത്തിലും പുറത്തു വരാതിരിക്കാനാണ് വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയെ ചോദ്യം. ജിതിൻ, അഡ്വക്കേറ്റ് DB ബിനു, വിവരാവകാശ പ്രവർത്തകൻ, അദ്ദേഹം കൂടി നമുക്കിപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ DB ബിനു, അറിയാനുള്ള പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് പബ്ലിക് അതോറിറ്റിയുടെ കൈവശമോ നിയന്ത്രണത്തിലോ ഉള്ള രേഖ. അത് ലഭിക്കാനുള്ള പൗരന്റെ അവകാശം, അതാണല്ലോ ഇതിന്റെ ബേസ്, അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിലാണ് വലിയ തരത്തിലുള്ള അട്ടിമറി നിലവിൽ നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ഓഫീസ് ഓർഡറും അതിനോട് അനുബന്ധമായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച ഉത്തരവും നിയമവിരുദ്ധമാണ്. വിവരാവകാശ നിയമത്തിൽ തന്നെ അതിന് വ്യവസ്ഥയുണ്ട്. സെക്ഷൻ 7-ൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. സെക്ഷൻ 7-ൽ പറയുന്നത് നിയമത്തിലെ 8, 9 അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാത്രമേ ഒരു അപേക്ഷ നിരസിക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നിയമം അധികാരം നൽകുന്നുള്ളൂ. ഈ സെക്ഷൻ 8-ൽ പറയുന്ന അതേപോലെ ഈ 10 കാര്യങ്ങൾ, ദേശ രക്ഷയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അന്വേഷണത്തിനെയോ അറസ്റ്റിനെയോ പ്രതികൂലമായി ബാധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ പറയുന്ന 10 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാത്രമേ വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു അപേക്ഷ നിരസിക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരം നൽകുന്നുള്ളൂ നിയമം. പക്ഷെ ഇവിടെ അത് കൂടാതെ, അത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ വ്യവസ്ഥയാണ്. അപ്പൊ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ വ്യവസ്ഥകളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ, ഒരു ഓഫീസ് ഓർഡർ പുറപ്പെടുവിക്കാനുള്ള അധികാരം വിജിലൻസിനോ പൊതുഭരണ വകുപ്പിനോ ഇല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പൊ പാറ്റൂർ ഫ്ളാറ്റ് കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു രേഖ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലെ പകർപ്പ് ഞാൻ വിജിലൻസിൽ ആവശ്യപ്പെട്ടപ്പോൾ ഈ രേഖ അവിടെ ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ലോകായുക്തക്ക് കൈമാറുകയാണ് ചെയ്തത്. ലോകായുക്തയാണെങ്കിൽ ആ വിവരം തരാൻ നിർവാഹമില്ല എന്ന് മറുപടി തന്നു. അപ്പൊ ഇത്തരത്തിലുള്ള അപേക്ഷകൾ ഗവൺമെന്റിനെ അലോസരപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടി, മറികടക്കുന്നതിന് വേണ്ടിയാണ് നിയമവിരുദ്ധമായ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ചോദ്യം ചെയ്യുന്ന UPA സർക്കാരിന്റെ ഒരു വളരെ ചരിത്രപരമായ നിയമം എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന വിവരാവകാശ നിയമത്തെ
ഇല്ലാതാക്കുന്ന, തകർക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്. കാരണം ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതോ രഹസ്യ സ്വഭാവം ഉള്ളതോ ആയ ഫയലുകളെ അല്ലെങ്കിൽ കേസുകളെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് വിവരാവകാശ നിയമത്തിൽ നിന്ന്. പക്ഷേ ഇവിടെ ഇതിന് എന്ത് രഹസ്യ സ്വഭാവമാണ് നിലവിൽ സർക്കാർ കൽപ്പിക്കുന്നത്? ഇത് ടോപ്പ് സീക്രട്ട് എന്ന വാക്ക് ഈ വിവരാവകാശ നിയമത്തിന്റെ ഒരു സെക്ഷനിലും ഉൾപ്പെടുത്താത്തൊരു കാര്യമാണ്. ടോപ്പ് സീക്രട്ട്, കാരണം ഇതിനു മുമ്പ് ടോപ്പ് സീക്രട്ട് എന്ന് പറയുന്ന നിരവധി അഴിമതിയുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം പുറത്തു വന്ന കാര്യം നമ്മുടെ ഈ സുതാര്യതയ്ക്ക് വേണ്ടി 24 മണിക്കൂറും ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി മറന്നുപോയി. കാരണം അത്തരത്തിൽ ഒരു വ്യവസ്ഥ വിവരാവകാശ നിയമത്തിൽ ഇല്ല. ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞ് ഇത് ഒഴിവാക്കാനുള്ള യാതൊരു നിർദ്ദേശവും നൽകാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ മറ്റേതെങ്കിലും അധികാര സ്ഥാപനത്തിനോ അധികാരമില്ല. പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണുള്ളത്. ഇത്രയും വളരെ ലളിതമായ നിയമപരമായ കാര്യങ്ങൾ പോലും അറിയാതെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിയമവിശാരദന്മാരും സർക്കാരിന്റെ ഇത്തരത്തിൽ ഒരു നിയമോപദേശം നൽകിയത് തന്നെ നിയമവിരുദ്ധമാണ്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഫീസറും പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവും അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമാണ്. ഈ ഉത്തരവിനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉത്തരവ് വെച്ചുകൊണ്ടോ ഒരു വിവരവും നൽകാതിരിക്കാൻ വിവരാവകാശ കമ്മീഷനും അധികാരമില്ല. കാരണം നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് പരിഗണിക്കാൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷന് കഴിയില്ല. അപ്പോൾ ആ നിയമവിരുദ്ധമായ ആ ഉത്തരവിന്റെ അവസ്ഥ തന്നെയായിരിക്കും ഇതിനുണ്ടാവുക. എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഇലക്ഷന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ നിരവധി അഴിമതി ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരെ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പൊതുജനങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു കളറബിൾ എക്സൈസ് പവർ ഇവിടെ നടത്തിയിരിക്കുന്നത്. നിയമവിരുദ്ധമായ ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അവഗണിച്ചുകൊണ്ട് തന്നെ വിവരങ്ങൾ പുറത്തുവിടാനുള്ള അവകാശം, അധികാരം വിവരാവകാശ കമ്മീഷനുണ്ട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ കരുതുന്നത് ഇത്തരത്തിൽ 30 ദിവസത്തിനുള്ളിൽ ഈ വിവരങ്ങൾ നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപേക്ഷകളും പരാതികളും കമ്മീഷനിൽ വരുമ്പോൾ അത് ഈ ഇലക്ഷൻ കഴിഞ്ഞേ പുറത്തു വരൂ എന്നുള്ള ഒരു ധാരണയാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് അതുവരെ ഈ ഇലക്ഷന് മുമ്പ് ഇത്തരത്തിലുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലതരത്തിലുള്ള സർക്കാർ ഭൂമികളും മറ്റും കായലും നദികളും ഒക്കെ വിറ്റുകാശാക്കുന്ന ഈ സാഹചര്യത്തിൽ അത് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിയമവിരുദ്ധമായ ഉത്തരവ് തിരക്ക് പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇപ്പൊ ഇതിനെ ചോദ്യം ചെയ്ത് വിവരാവകാശ കമ്മീഷന്റെയോ ഹൈക്കോടതിയുടെയോ ഒക്കെ ഉത്തരവുണ്ടാകുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കും. അതുവരെയും ഈ വിവരങ്ങൾ നൽകാതിരിക്കാൻ കഴിയുമെന്ന വ്യാമോഹമാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച പൊളിറ്റിക്കൽ ബ്യൂറോക്രസിയുടെ ലക്ഷ്യം എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ടി.ബി. ബിനു ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. പി.കെ. രാജു അദ്ദേഹം കൂടി നമുക്കൊപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി.കെ. രാജു, ഈ മന്ത്രിമാർക്ക് എതിരെയുള്ള അന്വേഷണം, അതിന്റെ വിവരങ്ങൾ എന്തിന് പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കണം? അത് എന്തിന് ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റി? വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്ന് അത് ഒഴിവാക്കിയത് എന്തിനാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? 2015 ആണ്ടിൽ ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കെതിരെയും ശ്രീ കെ എം മാണിക്കെതിരെയും ശ്രീ ബാബുവിനെതിരെയും വിവരാവകാശ നിയമാനുസരണം വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ അപേക്ഷ നൽകിയപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി മറുപടി എനിക്ക് നൽകിയിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ നൽകിയ വിജിലൻസ് കേസിന്റെ ഞാൻ നൽകിയ കേസ് ഏത് അടിസ്ഥാനത്തിൽ നിലവിലുള്ളതെന്ന് ചോദിച്ചു. ശ്രീ കെ എം മാണിയുടെ ചോദിച്ചു, ബാബുവിനെ തന്നു. എന്നാൽ കേരള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പരാതി എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ മറുപടി ടോപ്പ് സീക്രട്ടിൽ ഉൾപ്പെടുത്തി എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. കേരള സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിനെതിരെ ഞാൻ അപേക്ഷ നൽകിയപ്പോൾ ഞാൻ നൽകിയ പരാതി സോളാർ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ശ്രീമാൻ ബിജു രാധാകൃഷ്ണനെതിരെ അദ്ദേഹം 42 തവണ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതും പുറത്തേക്ക് ടെലിഫോൺ ചെയ്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്ന് ഞാൻ പരാതി നൽകിയിരുന്നു വിജിലൻസ് 2016. അത് എന്ത് നടപടിക്രമങ്ങളിൽ എത്തിയെന്ന് ചോദിച്ചതിനാണ് ടോപ്പ് സീക്രട്ടിൽ പെടുത്തിയെന്നും പറഞ്ഞ് ജിയോ ഓർഡർ ഇറക്കി മറുപടി എനിക്ക് നൽകിയിട്ടുള്ളത്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പരാതിയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ ടോപ്പ് സീക്രട്ടിൽ ഉൾപ്പെടുത്തി ജിയോ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. എനിക്ക് നൽകിയ പരാതി അത് ഞാൻ
കേരള പീപ്പിൾ ഇന്നലെ ഞാൻ നൽകിയിട്ടുള്ളൂ. ഇവിടെ ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടത്. അൾട്ടിമേറ്റ്ലി അത് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം എന്നും ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പാർലമെന്റ് വളരെ കൃത്യമായി പാസാക്കിയ ഒരു നിയമത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നൊരു ഭാഗത്തുനിന്നെങ്കിലും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അവിടെയാണ് കൈകടത്തൽ നടത്തിയിരിക്കുന്നത് എന്ന്. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതാണ് അഡ്വക്കേറ്റ് ശ്രീ ബിനു ഇപ്പോ നമ്മുടെ സെക്ഷൻ 7 വിവരാവകാശത്തിന്റെ രേഖയിൽ പറയുന്നത്. ഒരു കാരണവശാലും കേരള സർക്കാരിന് ഇത്തരമൊരു ഓർഡർ ഇറക്കുവാൻ അവർക്ക് അധികാരമില്ല. മന്ത്രിമാർക്കെതിരെയുള്ള വിവരാവകാശം ദിവസവും ഇങ്ങനെ വിവരാവകാശം വരുന്നത് കൊണ്ട് അവരെടുത്ത ഒരു തീരുമാനമാണ്. ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഒന്നും കൊടുക്കണ്ട എന്ന് അവർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഉത്തരവ് ജിയോ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഞാൻ നൽകിയ പരാതി, ജിക്കു മോൻ, തമ്പാനു രവിക്കെതിരെ എല്ലാം ഞാൻ നൽകിയിരുന്നു. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ബിജു രാധാകൃഷ്ണൻ എന്തിന് നിങ്ങൾ രാത്രി പുറത്തിറക്കിയതിനെ പറ്റി അന്വേഷണം നടത്തണമെന്ന് വിജിലൻസിൽ ഞാൻ നൽകിയ പരാതി 2ാം പ്രതി ബിജു രമേശനായിരുന്നു, അല്ല നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയായിരുന്നു. അതിനുശേഷമാണ് ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെയാണ് ഈ വിഷയം വരുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പരാതി വന്നപ്പോൾ അത് ടോപ്പ് സീക്രട്ട് ആക്കി ജിയോ ഓർഡർ ഇറക്കി. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നില്ല, ബാബുവിനെതിരെ വന്നില്ല? ഇവർക്കെല്ലാം എനിക്ക് തന്നല്ലോ. വകുപ്പ് മന്ത്രിയുടെ കാര്യത്തിൽ വന്നപ്പോൾ വിജിലൻസ് ഇത്തരമൊരു ഓർഡർ ഇറക്കിയത് നിയമവിരുദ്ധമാണ്. അതിനെതിരെ ഞാൻ അപ്പീൽ നൽകിയിട്ടുണ്ട്. പിന്നെ അഡ്വക്കേറ്റിന് പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ ഞാൻ അത് സമീപിച്ച് ഈ ഉത്തരവ് പിൻവലിപ്പിക്കുന്ന എല്ലാ ഇലക്ഷന് മുമ്പ് തന്നെ നമുക്ക് കിട്ടേണ്ട വിവരങ്ങൾ കിട്ടിയേ പറ്റുള്ളൂ. ഇലക്ഷനും നമുക്ക് ബാധകമല്ല. അഴിമതി പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ എനിക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ അതിനെതിരെ നിയമയുദ്ധം നടത്തി ആ ജിയോ ഓർഡർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനെ ബന്ധിപ്പിച്ച് തീർച്ചയായിട്ടും അത് പിൻവലിപ്പിക്കും. വളരെ നന്ദി പി കെ രാജു. അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന് ജിതിൻ ചന്ദ്രൻ ന്യൂസ് റൂമിൽ നിന്ന്. ജിതിൻ, സ്വാഭാവികമായും നിരവധി അഴിമതി ആരോപണങ്ങൾ, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളടക്കം വളരെ സജീവമായി മെയിൻ സ്ട്രീമിൽ ചർച്ച ചെയ്യുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ്. തെരഞ്ഞെടുപ്പ് അടക്കം ഏറ്റവും ഒടുവിലായി മുന്നിൽ വരികയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് കണ്ടുകൊണ്ട് ഒരു മുഴം നീട്ടിയെറിഞ്ഞതാണോ സർക്കാർ? തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിൽ ഒരു തരത്തിലും സർക്കാരിന് ഇടപെടാനാകില്ല എന്നിരിക്കെ ഇത്തരത്തിൽ വളരെ വിവാദപരമായ ഒരു ഉത്തരവ് ഇറക്കിയത് താൽക്കാലികമായെങ്കിലും ഈ വിവരങ്ങൾ മൂടിവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവിൽ പെട്ടെന്ന് ഒരു ഉത്തരവ്, അതായത് സർക്കാരിൻ്റെ ഭരണകാലാവധി കഴിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയും ഒട്ടേറെ അഴിമതി അന്വേഷണങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അന്വേഷണങ്ങൾ പൂർത്തിയായിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് കൂടിയാണ് ഉത്തരവ്. അതായത് ഭാവിയിൽ കൂടി, അതായത് ഭരണകാലാവധിയിൽ നിന്ന് സർക്കാർ മാറിയാലും മുൻ മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രി എന്നിവരെ ഈ നിയമത്തിന്റെ പരിധിയിൽ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് വഴി ഭാവിയിൽ കൂടി അവരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരരുത് എന്ന തരത്തിലാണ് സർക്കാർ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പൂർത്തിയായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരരുത്. ഒപ്പം തന്നെ സർക്കാർ ഭരണത്തിൽ നിന്നൊഴിഞ്ഞ ഭാവിയിലും ഇത്തരം വിവരങ്ങൾ പുറത്താകരുത് എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ സർക്കാർ ഉത്തരവിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തായാലും വിവരാവകാശ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്താൻ സർക്കാരിനാകില്ല എന്നിരിക്കെ എന്ന കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് സർക്കാർ ഇത്തരത്തിൽ വിവാദപരമായ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പി കെ രാജു പറഞ്ഞത് ഇതിന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്. പി കെ രാജു കഴിഞ്ഞ വർഷം 2015 നവംബറിൽ ബാർക്കോഴ കേസിലെ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയപ്പോൾ അതിന് അന്ന് മറുപടി ലഭിക്കുകയുണ്ടായി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, പരാതി പരിശോധിച്ചു വരുന്നു തുടങ്ങിയ മറുപടികൾ ലഭിച്ചുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് മറുപടി ലഭിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് ഈ 2016 ഫെബ്രുവരിയിൽ സമാനമായ ചോദ്യങ്ങൾക്കൊപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സോളാർ കേസിൽ ഉയർന്ന ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യം കൂടി ഉൾപ്പെടുത്തി അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ അതിന് അദ്ദേഹത്തിന് മറുപടി ലഭിച്ചില്ല. മറിച്ച് ഈ വിവരങ്ങളെല്ലാം തന്നെ ടോപ്പ് സീക്രട്ട് സെക്ഷനിലാണ്. അതിനാൽ ഇത് വിവരാവകാശ ത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവായവയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാനാവില്ല എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ആ വിവരങ്ങളെല്ലാം തന്നെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റി എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആരോപണവും ഇവിടെ പ്രസക്തമാവുകയാണ്. നേരത്തെ മറ്റു മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതികൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രിക്കെതിരെ പുതിയ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ അന്വേഷണ വിവരങ്ങൾ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റിയത് എന്ന തരത്തിലുള്ള പ്രസക്തമായ ഒരു ആരോപണവും ഇവിടെ ഉയരുന്നു.
പറയുന്നുണ്ട്. എന്തായാലും വിവരാവകാശ നിയമത്തിൽ സർക്കാരിന് ഒരു തരത്തിലും ഇടപെടാനാകില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് സർക്കാർ വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാനുള്ള ഒരു ദുർബലമായ ശ്രമം ഒരു വിവാദമായ ഉത്തരവിലൂടെ നടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അരുൺ, കൃത്യമായി ഇതിൽ നിന്ന് ആരെയൊക്കെയാണ് ഇതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? അരുൺ, ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് all confidential verifications and vigilance inquiries, quick verification of sensitive natures initiated against all India officers, Honorable Chief Minister, Honorable former Chief Ministers, Ministers, former Ministers, MLAs, MPs, മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, MLAമാർ, MPമാർ, IAS ഓഫീസർമാർ, ഇത്രയും പേർക്കെതിരെയുള്ള വിജിലൻസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം, കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ, വിജിലൻസ് എൻക്വയറി അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ, ഇത്രയും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിജിലൻസ് അന്വേഷണങ്ങൾ മേൽപ്പറഞ്ഞ പേർക്കെതിരെ നടക്കുന്നുണ്ടെങ്കിൽ അവ സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് ജനുവരി 18-ന് വിജിലൻസിന്റെ ഓഫീസ് ഓർഡറായി ആദ്യം പുറത്തിറങ്ങിയത്. ഇതിന് ഉപോത്ഫലകമായാണ് ജനുവരി 26-ന് പൊതുഭരണ വകുപ്പ് രണ്ടാമത്തെ ഉത്തരവിറക്കിയത്. അതായത് ടോപ്പ് വി എസ് സുനിൽകുമാർ MLA കൂടി നിലവിൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ ഒഴിവാക്കി, മന്ത്രിമാർ അടക്കമുള്ളവരുടെ അന്വേഷണ റിപ്പോർട്ട്, ആ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമാകുന്നില്ല, അതിനെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് ഇവർ അഴിമതി നടത്തി എന്നുള്ളത് ഇവർക്ക് തന്നെ വ്യക്തതയുള്ളതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ച അന്വേഷണത്തിന്റെ വിവരങ്ങൾ പൊതുജനം അറിയാതിരിക്കാൻ വേണ്ടി ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് ഇത് ഉൾപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക് പല സത്യങ്ങളും വെളിപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്. അപ്പോ മന്ത്രിമാർ നടത്തിയിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളും ഏതുവരെയായി എന്ന് ഏതൊരു പൗരനും അറിയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ആ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവരുടെ അഴിമതിയെ സംബന്ധിച്ച സത്യങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇവര് ടോപ്പ് സീക്രട്ട് ഭാഗത്തേക്ക് ഇത് വിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇവർ അഴിമതി നടത്തി എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു ജനാധിപത്യ വിരുദ്ധമായി ഗവൺമെന്റ് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആരെപ്പറ്റിയുമുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും ജനങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വിവരാവകാശ നിയമം രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരന് അവകാശപ്പെട്ടിരിക്കുന്ന പബ്ലിക് മണി ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്ന അഴിമതിയെ പറ്റി ഏതൊരു പൗരനും അറിയാനും അറിഞ്ഞ വിവരങ്ങൾ വെച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനും മറ്റന്വേഷണ ഏജൻസിയെ സമീപിക്കാനുമുള്ള അവകാശമുണ്ടെന്നിരിക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതിന്റെ പിന്നില് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യമാണുള്ളത്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മന്ത്രിമാരെ പറ്റിയിട്ടുള്ള അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇക്കാര്യത്തിൽ ഇതിന്റെ നിയമപരമായ ഒരു വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ്. ഇതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ വിവേചന അധികാരം ഉപയോഗിച്ച് ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ? അത് അങ്ങനെ മാറ്റം വരുത്തിയാൽ നിയമപരമായി നിൽക്കുന്നതാണോ? അതിന്റെ നിയമവശം കൂടി നോക്കിയാൽ അല്ല, പാർലമെന്റ് നിയമത്തിന്റെ ഇന്റൻഷന് വിരുദ്ധമായിട്ടും അതിനെ ഒരു യുക്തിസഹമല്ലാത്ത രീതിയിലും ഗവൺമെന്റുകൾക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം ഇതൊരു കേന്ദ്ര സ്റ്റാറ്റ്യൂട്ട്, സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടാണ്. അങ്ങനെ ഒരു നിയമത്തിന്റെ ഇന്റൻഷനെ തകരാറിലാക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരമൊരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് കരണീയമായ മാർഗം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ കോടതിയിൽ ചോദ്യം ചെയ്ത് വരുമ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വരികയും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുമ്പോൾ പിന്നെ കോടതിയിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഈ ടോപ്പ് സീക്രട്ട് സംവിധാനങ്ങളൊക്കെ അതോടുകൂടി തകരാറിലാവുമെന്നുള്ളത് ഇവർക്കറിയാം. അപ്പൊ താൽക്കാലികമായി ഈ നിയമത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നതിന്റെ പിന്നില് അവരുടെ സ്ഥാപിതമായ താല്പര്യം മാത്രമാണെന്ന് സ്പഷ്ടമാണ്. വളരെ നന്ദി വി എസ് സുനിൽകുമാർ MLA ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. മറ്റ് സമഗ്രമായ വിവരങ്ങൾ ന്യൂസ് റൂമിൽ നിന്ന് നൽകിയത് ജിതിൻ ചന്ദ്രൻ. വിവരാവകാശ നിയമം അട്ടിമറിച്ച് സർക്കാർ. ഇരിക്കൂറിൽ KC ജോസഫിനെതിരെ പോസ്റ്ററുകൾ. KC ജോസഫ് ഗോ ബാക്ക്, യുവതലമുറയ്ക്ക് അവസരം നൽകുക എന്നിങ്ങനെയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അടക്കം പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. PV ജോഷില ചേരുന്നു. ജോഷില, വിവരങ്ങൾ. അരുൺ, ഇരിക്കൂറിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് ഇത്തരത്തിൽ KC ജോസഫിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ പതിച്ചു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുക കൂടി ചെയ്തിരിക്കുന്നു. റോഡ് ഉപരോധിച്ചുകൊണ്ട് KC ജോസഫിന്റെ കോലം കത്തിക്കുകയാണ് ചെയ്തത്. KC ജോസഫിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും രോഷം ആളിക്കത്തുകയാണ്. അതേസമയം ഇരിക്കൂർ ഉളിക്കൽ മുതൽ ആലക്കോട് വരെയുള്ള ബസ് സ്റ്റാൻഡുകളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് മുമ്പിലും യുവജന വഴിമുടക്കി KC ജോസഫ് ഗോ ബാക്ക്, ഇരിക്കൂർ മണ്ഡലം ഗോ ബാക്ക് എന്ന രീതിയിലുള്ള
പോസ്റ്ററുകളാണ് പതിച്ചിരിക്കുന്നത്. ഇരിക്കൂർ മണ്ഡലം KSU യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫ്ലക്സ് ബോർഡാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. എന്റെ അപ്പൂപ്പനും എന്റെ മുത്തശ്ശിയും എന്റെ അച്ഛനും എന്റെ അമ്മയും ഇയാൾക്ക് വോട്ട് ചെയ്തു, ഇനി ഞാനും വോട്ട് ചെയ്യണോ എന്ന രീതിയിലുള്ള ഫ്ലക്സ് ബോർഡുകളാണ് ഇരിക്കൂർ മണ്ഡലം KSU യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിച്ചിരിക്കുന്നത്. ഇയാളിൽ നിന്നും ഇരിക്കൂറിന് ഒരു പാപമോചനം കിട്ടുമോ എന്ന രീതിയിലുള്ള പോസ്റ്ററുകളും ഉയർന്നിരിക്കുന്നു. 35 വർഷത്തോളമായി KC ജോസഫ് ഇരിക്കൂറിൽ വന്ന് മത്സരിക്കുകയാണ്. ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ഇനി വേണ്ട. ഇരിക്കൂറിൽ നിന്നും UDF വോട്ട് കിട്ടുമെന്ന് കരുതി ഇരിക്കൂറിൽ യാതൊരു വികസനവും KC ജോസഫ് നടപ്പിലാക്കിയിട്ടില്ല. വീണ്ടും MLA-യുടെ കുപ്പായവും ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് അനുവദിക്കില്ല എന്ന രീതിയിലുള്ള പോസ്റ്ററുകളും പതിച്ചിരിക്കുന്നു. മാത്രമല്ല സജി ജോസഫിന്റെ ജ്യേഷ്ഠൻ രാജീവ് ജോസഫ് അടക്കം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായി രംഗത്ത് വരുന്ന അവസ്ഥയും ഇരിക്കൂറിൽ വന്നിരിക്കുന്നു. സതീശൻ പാച്ചേനിയുടെ പേരും നേരത്തെ ഇരിക്കൂറിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇവരെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് വീണ്ടും KC ജോസഫ് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ മത്സരരംഗത്തെത്തിയ മത്സരിക്കുന്ന സമയത്ത് പോലും KC ജോസഫ് പറഞ്ഞത് ഇനി ഒരു മത്സരത്തിന് ഇരിക്കൂറിൽ താൻ എത്തില്ല എന്നുള്ളതായിരുന്നു. ഇതടക്കം നിഷേധിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനമടക്കം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ്ടും മത്സരരംഗത്തേക്ക് KC ജോസഫ് എത്തിച്ചിരിക്കുന്നത്. ഈ വാക്ക് തെറ്റിച്ച് ഇരിക്കൂറിൽ നിന്നും UDF വോട്ട് നേടി വിജയിച്ച് വീണ്ടും മന്ത്രിയാകാം അല്ലെങ്കിൽ വീണ്ടും MLA ആയി പോകാം എന്നുള്ള ഒരു ധാരണ KC ജോസഫിന് വേണ്ട എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും അടക്കം മണ്ഡലത്തിൽ നിന്നും ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്നും ഞങ്ങളോട് പ്രതികരിച്ചത്. PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. ഇരിക്കൂറിൽ KC ജോസഫിനെതിരെ പോസ്റ്ററുകൾ